എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇറ്റാലിയൻ ഫോമായ പിസ്സ തവയിൽ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ പിസ്സ ബേസിന് ആവശ്യമായി 1.5 കപ്പ് മൈദയിൽ 1 ടേബിൾ സ്പൂൺ റവയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മാവ് നന്നായി കുഴച്ചെടുക്കാം. ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്ത മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് പിസ്സ സോസ് ഉണ്ടാക്കാനായി 5 വലിയ തക്കാളി 4ആയി കട്ട് ചെയ്ത് അതിൻ്റെ വൈറ്റ് പാർട്ട് ഒഴിവാക്കിയെടുക്കാം. എല്ലാ തക്കാളിയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാൻ ആവശ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ കുക്കിംഗ് ഓയിലോ ചേർത്ത് അതിലേക്ക് 8 മുതൽ 10 വരെ വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലെക്സും ചേർത്ത് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓരോ തക്കാളിയിൽ നിന്നും നമുക്ക് സ്കിൻ റിമൂവ് ചെയ്യാം. തക്കാളിയെല്ലാം നമുക്ക് നന്നായി ഉടച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും ചേർത്ത് നന്നായി ഇളക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 4-5 ബേസിൽ ലീവ്സും കൂടി ചേർത്ത് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് പറ്റിച്ചെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, ഈ കൺസിസ്റ്റൻസിയിൽ ആയാൽ മതി. പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിൽ 3 ടേബിൾ സ്പൂൺ സവാളയും 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കവും ചേർത്ത് ഇളക്കിയതിനു ശേഷം ഒരു ഹാൻഡ്ഫുൾ മഷ്റൂമും ആവശ്യത്തിനുള്ള ഉപ്പും 1 പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്ത് ചെറുതായി വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ തക്കാളിയുടെ പകുതി സീഡ് കളഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഒറിഗാനോയും 2-3 ബേസിൽ ലീവ്സ് കൂടി ചേർത്ത് ഇറക്കി മാറ്റി വെക്കാം. ഈ സമയത്ത് പിസ്സ ബേസിനുള്ള ഡോയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് 2 ബോൾസുകളാക്കി പരത്തിയെടുക്കാം. 1.5 കപ്പ് മൈദയ്ക്ക് 8 ഇഞ്ചിൻ്റെ 2 പിസ്സ ബേസ് ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇതേ രീതിയിൽ പരത്തിയെടുത്ത് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് പിസ്സ ബേസ് ഇട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്കാക്കി എടുക്കാം.
കുക്ക് ചെയ്ത പിസ്സ ബേസിൽ 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് മുകളിൽ നന്നായി പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ മൊസല്ല ചീസ് ഇട്ടതിന് ശേഷം പകുതി കുക്കാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ പിസ്സ സോസ് കൂടി തൂക്കി കൊടുക്കാം. ഇനി നമുക്കിത് 3 മിനിറ്റ് അടച്ചു വെച്ച് ചൂടായ തവയുടെ മുകളിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. പിസ്സ കട്ട് ചെയ്ത് ടൊമാറ്റോ കെച്ചപ്പും കൂടി നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.